കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മൊഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ. ചില കാര്യങ്ങൾ നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചില മൂളിപ്പാട്ടുകൾ നമ്മളെ ഒരു മാമ്പഴക്കാലത്തിന്റെ ഗന്ധത്തിലേക്കും തുലാവർഷത്തിന്റെ ശബ്ദത്തിലേക്കും നയിക്കും. ശുദ്ധ സംഗീതം അങ്ങനെയാണ്. ഇതാ ഒരു പിടി ഓർമ്മപ്പെടുത്തലുകളുമായി പട്ടുറുമാൽ എന്ന സംഗീത വസന്തം ഇതൾ വിരിയുന്നു. മലബാർ CMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മലബാർ CMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ പട്ടുറുമാലിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സജ്ലത, അബൂട്ടി മാഷ്, എരഞ്ഞോളി മൂസാക്ക, പട്ടുറുമാലിന്റെ സ്വന്തം ഓർക്കസ്ട്ര ടീം. ഇശലിണകൾ റൗണ്ടിലേക്ക് എത്തുന്നു ശ്യാംലാലും സിയ ജാസ്മിനും. ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളിൽ ഏറ്റവും ഇളയതാണെങ്കിലും സിയ അത്ര കൊച്ചു സിംഗറൊന്നും അല്ല. സിയ ഫൈനലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ സീസണിലെ. സിയ, ശ്യാംലാലുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് ശ്യാംലാൽ? ശ്യാംലാൽ നല്ല സിംഗറാണ്, അതുപോലെ നല്ലൊരു പെർഫോമറും കൂടിയാണ്. ആഹാ, അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഡാൻസ് ഒക്കെ ഡാൻസ് ഒക്കെ എനക്ക് കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെയോ? സ്റ്റെപ്പൊക്കെ പഠിച്ചു? അതെ. ശ്യാംലാലേ, ഭാവിയിൽ ഡാൻസ് ടീച്ചറായിട്ടെങ്കിലും വരാം. ഒട്ടും മോശമൊന്നുമില്ല, ഡാൻസ് കളിക്കാൻ. പുലിയാണ്. അതെയോ? ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ? അവളും കുറെ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ എനിക്കും കുറെ പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ അവസാനം എനിക്കിപ്പോ ഒരു ഡൗട്ട്, ഇത് പാട്ടിന്റെ ഷോ ആണോ ഡാൻസിന്റെ ഷോ ആണോ? ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ച ഡാൻസ് ആണ്, പാട്ടല്ല. എന്താണെങ്കിലും പാട്ട് നന്നായിട്ട് പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻ മൊഴിയേ അഴകി പൊന്നാരമേ അരികിൽ വന്നിടുമോ? കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻ മൊഴിയേ അഴകി പൊന്നാരമേ അരികിൽ വന്നിടുമോ? എൻ മുഹബത്തിൻ സത്തേ എൻ പ്രേമത്തിൻ തേനിശലായി നീ എൻ്റെ ഉള്ളിൽ പൂവിട്ടതല്ലേ കാണാ കുയിലാരേ. നീ പിണങ്ങരുതേ, എന്നെ പിരിയരുതേ സഖി, എന്നോ മലേ മനസ്സിൽ സന്തോഷമേ.
എന്നോമലേ കരളിൽ സന്തോഷമേ വന്നിടുമോ നമ്മളൊന്നായ എന്നും ഒരുമിച്ചാൽ മനസ്സിൽ പൂക്കാലമായി കരളിൽ സന്തോഷമായി. രണ്ടുപേരും തകർത്തല്ലോ. പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പുകളെല്ലാം വന്നു. ഇനി സംഗതികളെല്ലാം വന്നോ എന്ന് ജഡ്ജസിനോട് ചോദിക്കാം. മൂസാക്ക, ശ്യാംലാൽ, ഇക്ക ഈ ഒരുതരം പാട്ടാണ് നല്ല മുഞ്ചി പാടി. രണ്ടാളും വളരെ വൃത്തിയായി പാടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പാടിയ വളരെ ഭംഗിയായിട്ട് പാടിയിരുന്നു. അങ്ങനത്തെ ഒരു പാട്ട് വല്ല എടുത്തിട്ട് പാട്ട് സെലക്ഷൻ ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാനും നമുക്കൊന്നും നിങ്ങളോടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത് അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറയാൻ എന്തെങ്കിലും ഒരു ചാൻസ് തെങ്ങ് തരട്ടെ. അല്ല നമുക്ക് എല്ലാത്തിനും തിരക്കില്ല എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ കുറച്ചും കൂടി കടുപ്പുള്ള പാട്ട്, കുറച്ചും കൂടി എല്ലാം സിമ്പിളായിട്ടുള്ള പാട്ട് ഒരു മത്സരത്തിൽ അത്രയും പാട്ടുകളാണ് വന്നത്. നല്ല പാട്ടുകൾ എടുത്തിട്ട് അപ്പോൾ അങ്ങനത്തെ പാട്ട് എടുക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെ അത് നമുക്കറിയാം. എന്നാലും കുറച്ചും കൂടി ഒന്നും കൂടി നന്നായി പാടാൻ കഴിയുന്ന പാട്ടുകൾ, നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കഴിയുന്നത് നമുക്ക് മാത്രമല്ല, അത് ഇത് കേൾവിക്കാർക്കും അതൊരു എന്തെങ്കിലും പറയാനുള്ള ഒരു പാട്ടുകൾ എടുത്ത് പാടുമ്പോൾ നല്ലതായി. ബാക്കി ഇവർ പറയും, ഔട്ട് ഭാഷ പറയും. താങ്ക് യു മൂസാക്ക. അബൂട്ടി മാഷേ, നല്ല രസമുണ്ടായിരുന്നു. രണ്ടാളും നല്ല ആക്ഷനാണ് എനിക്ക് പാട്ടിനെ കാണാൻ പറ്റിയത്. ശ്യാംലാലിൻ്റെ ആക്ഷൻ വരുമ്പോൾ ചില വാക്കുകൾ കറക്റ്റായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ചില വാക്കുകൾ ആക്ഷനിൽ മൈക്കിൻ്റെ പൊസിഷൻ അങ്ങോട്ടും മാറിയിട്ടായിരിക്കും. ഏതായാലും പാട്ട് എല്ലാം കൂടെ മൊത്തം നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ അതിൽ അവസാനത്തെ ആ ചരണം ഒന്ന് പാടും. സ്നേഹിക്കും മുത്തേ എൻ മുഹബത്തിൻ സത്തേ എൻ പ്രേമത്തിൻ തേനിശലായി നീ എൻ്റെ ഉള്ളിൽ പൂവിട്ടതല്ലേ കാണാ. അവിടെ ആ പൂവിട്ടതല്ല തന്നെയാണ് നേരത്തെയും ചെറിയ പ്രശ്നം വന്നത്. അപ്പോൾ പാടിയപ്പോഴും ചെറിയ പ്രശ്നം വീണ്ടും. അല്ല, ശ്രദ്ധിക്കുക. ഇതിൽ എങ്ങനെയാണ് ഷെരീഫ് പാടിയത് നോക്കിയിട്ട് അതേപോലെ തന്നെ പാടാൻ ശ്രമിക്കുക കേട്ടോ. സംഗതി മനസ്സിലാവുന്നുണ്ടല്ലോ. അവര് ആര് പാടിയ പാട്ടാണ് ആദ്യം ശ്രദ്ധിക്കുക. എന്നിട്ട് അവർ പാടിയ സംഗതികൾ നോക്കിയിട്ട് പാടും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭംഗിയായി പാടി. ആ സ്ഥലം വന്നപ്പോഴാണ് പ്രശ്നം വന്നത്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു അബൂട്ടി മാഷേ. സജിലത്ത, ശ്യാംലാൽ ആൻഡ് സിയ, നിങ്ങൾ കൂടുതലും ഗ്രൂമിങ്ങിൽ പെർഫോമൻസിനാണ് അല്ലെ ഇമ്പോർട്ടൻസ് കൊടുത്ത്. പാട്ട് മോശമായി എന്നല്ല ഞാൻ പറയുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്യാംലാൽ പാട്ടിൻ്റെ തുടക്കം തന്നെ തുടങ്ങി പെർഫോമൻസ്, ആ ഒരു എനർജി പാട്ടിലും പെർഫോമൻസിലൊക്കെ ഉണ്ടായിരുന്നു. ശ്യാംലാൽ കാണാൻ നല്ല ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാം. പിന്നെ ഈ പാട്ടിൽ എനിക്ക് മൂസക്കാനോട് ഞാനും യോജിക്കുന്നു. ചില കണ്ടസ്റ്റൻസിൽ ഈ പാട്ടും കുഴപ്പമില്ല, ഭയങ്കര മോശമായി എന്നല്ല പറയുന്നത്. ശ്യാംലാൽ നന്നായിട്ട് പാടുന്നുണ്ട്. ചെറിയ ചെറിയ ടച്ചസ് ഒക്കെ ഇപ്പോൾ പാടിച്ചില്ലേ, മാഷ് പാടിപ്പിച്ച ആ പോർഷനൊക്കെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ആ ഭാഗമൊക്കെ നന്നായിട്ടുണ്ട്. അതൊക്കെ പാടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും ശ്യാംലാൽ നല്ല വോയിസാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ സിയ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് സിയക്ക് ഈ പിച്ച് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ, ചെറിയൊരു സ്ട്രെയിൻ തോന്നി. എനിക്ക് തന്നെ നമ്മളുടെ ഗസ്റ്റൊക്കെ എപ്പോഴും ഇവിടെ വരുന്ന ഗസ്റ്റൊക്കെ നമ്മളുടെ കുട്ടി പട്ടുറുമാലിലാണെങ്കിലും നമ്മളെ കൂടെ പാടുന്ന അവരുടെ ആ റേഞ്ചിനനുസരിച്ചിട്ട് പാടിക്കൊടുക്കാറുണ്ട്. അത് സിയയും ഇവിടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശ്യാംലാലിനെ. എന്തായാലും സിയ നന്നായിട്ട് പാടി, ശ്യാംലാലും ഒരുവിധം നന്നായിട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. ഇനി ശ്യാംലാലിന്റെ മാർക്സിലേക്ക് പോകാം. മൂസാക്ക, 40-ൽ 34 മാർക്ക്. അബൂട്ടി മാഷേ, 40-ൽ 35. സജിലത്ത,
16.5. ശ്യാംലാലിന്റെ ടോട്ടൽ മാർക്സ് 85.5 ഔട്ട് ഓഫ് 100. ശ്യാംലാലിന്റെ ചിരിയിൽ ഒരു മ്ലാനത. ഓടെ സാരമില്ല, അടുത്ത പ്രാവശ്യം. ഓക്കെ, ഡോണ്ട് വറി. സിയ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ശ്യാംലാൽ. ഇനി സിയ ഒരു ഗിഫ്റ്റും കൂടെ ശ്യാംലാലിന് കൊടുക്കില്ലേ? ശ്യാംലാലിന്റെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് MS ടൈൽസ്, രാമനാട്ടുകര, കാലിക്കറ്റ്. Hello YouTube, my name is Lakshmi Menon. Welcome to my channel. So FB-യിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. So let's begin the tour. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.